ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയ ഫുഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് മുത്താറിയാണ്. മുത്താറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയൽ. ചില സ്ഥലത്ത് മുത്താറി എന്ന് പറയും, ചില സ്ഥലത്ത് റാഗി എന്ന് പറയും. അത് ആദ്യം വെള്ളത്തിലിട്ടുകാട്ട് ഒരു 2-3 മണിക്കൂർ പൊതിർന്നതിൻ്റെ ശേഷം മിക്സിയിൽ നല്ല അടിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അരച്ചെടുത്ത് ഒരു അരിപ്പ ഒന്നിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഉമിയെല്ലാം കളയണം. ബാക്കിയുള്ള ഇത് കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കുറുകി വരും. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ്, നട്ട്സ്, പിന്നെ ഈത്തപ്പഴം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ ഷുഗറുള്ള ആൾക്കാർക്ക് അതൊന്നും ഇടാതെ ആയിരിക്കും നല്ലത്. മുത്താറിയും ഓട്സും മാത്രമാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം. കാരണം മുത്താറി പെട്ടെന്ന് അടിയിൽ പിടിക്കണ ഒരു സാധനമാണ്. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൂടുതൽ തീയിൽ വെച്ച് ഇതാക്കരുത്, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്. പിന്നെ മുത്താറിൻ്റെ ഗുണം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ഒത്തിരി ഗുണമുള്ള സാധനമല്ല മുത്താറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ കുറച്ച് മിൽമ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽമ നെയ്യ് ഞാനിട്ട് കൊടുക്കുന്നത് തിരെ തടിയില്ലാത്ത ആൾക്കായതുകൊണ്ടാണ്. നിങ്ങൾക്ക് മിൽമ നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും ഒഴിവാക്കട്ടോ, ഷുഗറുള്ള ആൾക്കാർക്ക് പാലും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓട്സും മുത്താറിയും മാത്രം വരകിയെടുക്കുന്നതായിരിക്കും ഷുഗറുകാർക്ക് നല്ലത്. അത് നല്ലോണം ഇങ്ങനെ ഇതായിട്ട് ഇളക്കി ഇതായിട്ട് അതിങ്ങനെ കുറുകി വരും. ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിയിൽ പിടിച്ച് ഇതാവും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ അതേമാതിരി ഓട്സിനും നല്ല ഗുണങ്ങളുള്ളതാണ്. പിന്നെ മുത്താറി നമ്മൾ ചെറിയ മക്കൾക്ക് വരെ കൊടുക്കുന്നതാണല്ലോ മുത്താറി. അപ്പോൾ ഇതുമാതിരി ഇങ്ങനെ വരകി എടുത്തിട്ട് അതിൻ്റെ ശേഷം പ്ലേറ്റ് ഒന്നിലാക്കി ഇതിൻ്റെ കൂടെ കറി ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയി. അല്ലാതെ വലിയ ടേസ്റ്റൊന്നും ഇതുണ്ടാവില്ല. എന്തെങ്കിലും കറി, മീൻ കറിയോ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാകും. അല്ലെങ്കിൽ മധുരം ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കറി ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ല യൂസ്ഫുള്ളായ നല്ലൊരു ഫുഡാണിത്. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ വൈറ്റമിൻസും അയൺ കണ്ടൻറ്റും ഇതെല്ലാം പറയാതെ ഇതൊക്കെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്. മുത്താറിയിൽ എന്തൊക്കെ അടങ്ങിയാണ്, ഇത്ര നല്ല പ്രോട്ടീന് ഉള്ള ഫുഡാണ് മുത്താറി എന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.